അസഹനീയമായിട്ടുള്ള ജോയിന്റ് പെയിൻ, ടോഫസ് അതായത് കാലിലെ തള്ളവിരലിലെ നീര്, അതുപോലെ കൈവിരലുകൾ മടക്കി നിവർത്താനുള്ള ബുദ്ധിമുട്ട്, സ്റ്റിഫ്നെസ്, ഇതെല്ലാം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് കാണാറുള്ളത്. യൂറിക് ആസിഡ് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് നമ്മൾ അമിതമായി കഴിക്കുന്ന ഗ്ലൂക്കോസ് കണ്ടന്റിൽ നിന്നാണ്. അതായത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ചോറ്, ദോശ, ഇഡ്ഡലി, പുട്ട്, അതുപോലെ മധുരപലഹാരങ്ങൾ, കോൺസ്, സിറപ്പ്, ബേക്കറി ഐറ്റംസ്, മദ്യം, ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. അത് ഡയറക്റ്റ്ലി യൂറിക് ആസിഡ് ആയിട്ട് കൂടുതലല്ല, നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കൂടുന്നു, ക്രമേണ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. അങ്ങനെ ഫാറ്റി ലിവറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിഡ്നിക്ക് യൂറിക് ആസിഡിന് പുറമെ കളയാനായിട്ട് നമ്മുടെ ശരീരത്തിൽ പറ്റുന്നില്ല. അങ്ങനെയാണ് നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നത്. ആയുർവേദത്തിൽ നമുക്ക് ഇതിന് ചെയ്യാനുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആക്കാനുള്ള ശുദ്ധീകരണ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, അതായത് ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വ്യായാമം ചെയ്യുക, അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിക്ക്, ഇപ്പോൾ ഒരു 75 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും ഒരു ദിവസം കുടിച്ചിരിക്കണം. അതുപോലെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഫുഡ് രീതികൾ, ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ ഇലക്കറികൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണം, പച്ചക്കറികൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മദ്യം നിർബന്ധമായിട്ടും ഒഴിവാക്കുക. യൂറിക് ആസിഡ് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു, അതുപോലെ കിതപ്പ് ഉണ്ടാകുന്നു, അതിശക്തമായിട്ടുള്ള ക്ഷീണം, നീർക്കെട്ട് എല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ഇനി യൂറിക് ആസിഡ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അതുപോലെ നന്നായിട്ട് വ്യായാമം ചെയ്യുക, പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സും എടുത്തു പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഒരു ഹെൽത്തി ആയിട്ട്, എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.